നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പിൻചെല്ലുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചുടുനിണത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമ എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നെ അനുഗമിക്കുന്നവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ മകുടമുണ്ടാകും. ഈശോ വളരെ കൃത്യതയോടുകൂടി അപ്പസ്തോലന്മാരെയും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു കുരിശിൽ രക്തം ചിന്തിയെങ്കിൽ ആ രക്തം ചിന്തുന്ന, ബലി അർപ്പിക്കുന്ന കർമ്മം അനിശ്ചിതം തുടരുകയാണ്. സഭയുടെ വളർച്ച രക്തസാക്ഷിത്വത്തിലാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആദിമ സഭ. നീറോ ചക്രവർത്തി AD 64 മതമർദ്ദനം ആരംഭിച്ചു. 1-2 വർഷമല്ല, 313 AD 64 ആരംഭിച്ചു. 17 ചക്രവർത്തിമാർ 313 മതമർദ്ദനം അവസാനിക്കുന്നത് ഈ മിലാൻ വിളംബരത്തോടുകൂടി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. ആംഫി തിയേറ്ററിലേക്ക് അവർ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ടു, ഗളച്ഛേദം ചെയ്യപ്പെട്ടു, വധിക്കപ്പെട്ടു. സഭയുടെ ആരംഭത്തിൽ തന്നെ റോം എന്ന ആ നഗരത്തിൽ വളരെ ശക്തമായ മതമർദ്ദനം ക്രൂരമായ വിധത്തിൽ അഴിച്ചുവിട്ടു. റോമിൽ മാത്രമല്ല, സീസറിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിലെല്ലാം 250 വർഷത്തിലധികം. എന്നാൽ 313 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു ചക്രവർത്തിമാര് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപോലെ ഇല്ലാതാക്കുവാൻ, വിശ്വാസത്തെ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചെങ്കിലും എന്തുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്വാതന്ത്ര്യം നൽകി? അദ്ദേഹത്തിൻ്റെ മാതാവ് ഉൾപ്പെടെയുള്ളവർ, റോമിലുള്ള പ്രമുഖരെല്ലാം ക്രിസ്ത്യാനികളായി തീർന്നു. ഇതാണ് ചുടുനിണത്തിൻ്റെ ശക്തി, രക്തത്തിൻ്റെ കരുത്ത്. ഇതാണ് ഓരോ രക്തസാക്ഷിയും സഭയുടെ വിത്താണെന്ന് വിശുദ്ധ ജെറോം അതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ രക്തസാക്ഷികളെയാണ് നാം പഠിക്കുന്നത്. നമുക്കവരുടെ ജീവിതം ആവേശം നൽകണം. നമ്മുടെ വിശ്വാസത്തിൽ ധീരതയോടുകൂടി ജീവിക്കുവാൻ, അത്ഭുതകരമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കണം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നാം തളർന്നു പോകരുത്. രക്തസാക്ഷിത്വം അവിടത്തേക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകുമെന്ന് അപ്പസ്തോലൻ ചോദിക്കുകയാണ്. അവിടെയാണ് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത്. ഈ രക്തസാക്ഷികളെ നാം ഇന്നത്തെ ദിവസം പഠിക്കുന്നത്
സിസിലിയിൽ ജീവിച്ചിരുന്ന AD 251 രക്തസാക്ഷിണിയായി തീർന്ന വിശുദ്ധ അഗാത്ത. ബാല്യത്തിൽ തന്നെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച കന്യകയായ പുണ്യവതിയാണ് വിശുദ്ധ അഗാത്ത. റോമ സാമ്രാജ്യത്തിലെ പുരാതന നഗരമായ സിസിലിയിൽ ജനിച്ച വിശുദ്ധ അഗാത്ത യൗവനം പിന്നിടുമ്പോഴേക്കും കറ്റാനിയായിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. സമ്പന്ന കുലീന കുടുംബത്തിൽ പിറന്ന വിശുദ്ധയ്ക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. ക്രിസ്തു വിശ്വാസികൾക്കെതിരെ ക്രൂര പീഡനങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രാർത്ഥനകൾ കൊണ്ട് നേരിട്ട ദൈവദാസിയായിരുന്നു വിശുദ്ധ അഗാത്ത. സൗന്ദര്യവതിയും സ്വഭാവശുദ്ധി നിറഞ്ഞവളുമായ വിശുദ്ധ അഗാത്തയെ സ്വന്തമാക്കുവാൻ നാട്ടിലെ പ്രഭുക്കന്മാരും മറ്റു യുവാക്കളും ആഗ്രഹിച്ചിരുന്നു. തന്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ച വിശുദ്ധ അഗാത്ത പ്രലോഭനങ്ങളിൽ നിന്നും ഭൗതിക സൗഖ്യങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വചനം ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നിരുന്നു. സമ്പന്നതയിൽ നിറഞ്ഞവളായിരുന്നിട്ടുകൂടി പ്രീണനങ്ങൾക്ക് വഴിപ്പെടാതെ ദാനധർമ്മങ്ങളിലും ശുശ്രൂഷ പ്രവർത്തനങ്ങളിലും ക്രിസ്തു ദർശനം പിന്തുടരുവാൻ വിശുദ്ധ അഗാത്ത പ്രാപ്തയായിരുന്നു. ലത്തീൻ കുർബാന ക്രമത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ പരിശുദ്ധ കന്യകാമറിയം ഉൾപ്പെടെ 7 സ്ത്രീകൾക്കാണുള്ളത്. ആ പ്രത്യേക പ്രാർത്ഥനയുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട സ്ത്രീയാണ് വിശുദ്ധ അഗാത്ത. വിശുദ്ധ അഗാത്ത വളരെയധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുമ്പോൾ, തീപിടുത്തമുണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന അവസരത്തിൽ എല്ലാം വിശുദ്ധ അഗാത്തയോടാണ് പ്രാർത്ഥിക്കുന്നത്. അഗാത്തയോട് പ്രാർത്ഥിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ അഗാത്തയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം ലഭിക്കും. വിശുദ്ധയുടെ ജീവിതം വളരെ ഹ്രസ്വമായൊരു ജീവിതം അവർക്കുണ്ടായിരുന്നു. ഇറ്റലിയിലെ സിസിലി പ്രദേശത്താണ് അവർ ജനിച്ചത്. അവർ വളരെയധികം കുലീനമായൊരു കുടുംബത്തിലും ജനിച്ചു. നല്ല വിദ്യാഭ്യാസമെല്ലാം ലഭിച്ചു. സൗന്ദര്യവതിയായിരുന്നു. അവൾ 15 വയസ്സായപ്പോഴേക്കും അവളെ വിവാഹം കഴിക്കുവാൻ പല പ്രമുഖരായ ആളുകളും മുന്നോട്ട് വന്നു. പക്ഷെ അവൾ പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ എൻ്റെ മണവാളിന് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഒരു കന്യകയായിട്ട് ജീവിക്കും. ഒരു കന്യകയായി ജീവിക്കുവാൻ വിശുദ്ധ ആഗ്രഹിക്കുകയാണ്. അവൾ സമർപ്പിച്ചു. ആ നാട്ടിലേക്ക് ഗവർണറായിട്ട് ക്വിന്താനോ എന്ന വ്യക്തി വരികയാണ്. ക്വിന്താനോ വിശുദ്ധ അഗാത്തയെക്കുറിച്ച് കേൾക്കുകയും അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ വിശുദ്ധ ക്വിന്താനോയോട് പറഞ്ഞു, ഞാൻ ഒരാളെ വിവാഹം കഴിച്ചു, ഇനി എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഇത് കേട്ട ക്വിന്താനോ ഗവർണർ വളരെയധികം കോപാക്രാന്തനായി. മനസ്സ് മാറ്റുവാൻ വളരെയധികം പരിശ്രമിച്ചു. അപ്പോൾ വിശുദ്ധ ഇപ്രകാരം പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ ജീവിതം മുഴുവനും നിനക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ നിൻ്റെ കുഞ്ഞാടാണ്. ഈ കുഞ്ഞാടിനെ നീ സ്വന്തമാക്കണമേ. എന്നെ ആക്രമിക്കുവാൻ വരുന്ന പിശാചുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്. ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷം വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലത്തായിരുന്നു ക്വിന്റിയൻ എന്ന ഭരണാധികാരി വിശുദ്ധ അഗാത്തയിൽ ആകൃഷ്ടനാവുന്നത്. അഗാത്തയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും തന്റെ ഇംഗിതത്തിന് വഴങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധയാകട്ടെ ഈശോയോടുള്ള വിശ്വസ്തതയിലും വിശുദ്ധിയിലും ഉറച്ചുനിന്നു. ക്വിന്റിയൻ പല മാർഗങ്ങളിലൂടെയും വിശുദ്ധയെ പ്രാപിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അഗാത്ത പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സകലത്തിൻ്റെയും നാഥനായ ക്രിസ്തുവേ,
അങ്ങ് എൻ്റെ ഹൃദയം അറിയുന്നു. എൻ്റെ എല്ലാ ഹൃദയ അഭിലാഷങ്ങളും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടേതാണ്. ഞാൻ അങ്ങയുടെ കുഞ്ഞാടാണ്. പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ. വിശുദ്ധിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു രക്തസാക്ഷിനെ കൂടി ആവശ്യമായിരുന്നു സഭയ്ക്ക്. ക്വിന്താനോ അവളെ അറസ്റ്റ് ചെയ്യുകയും മാനസികമായി ശക്തമായി പീഡിപ്പിക്കുകയും തുടർന്ന് നഗരത്തിലെ ഏറ്റവും മോശമായ വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയും മറ്റു സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്ന, മോശമായ പ്രവൃത്തികൾ ചെയ്ത് താമസിക്കുന്ന, അധാർമിക പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ പക്കൽ 1 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ അവിടെ ബലാത്കാരം ചെയ്യപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. അവൾ ധീരതയോടുകൂടി അവൾ നിൽക്കുകയാണ്. അവളെ വിവാഹം കഴിക്കുവാൻ വീണ്ടും ക്വിന്താനോ ആഗ്രഹിച്ചു. നിന്റെ മനസ്സ് മാറിയോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവൾ പറഞ്ഞു, യേശു എൻ്റെ പ്രകാശം, എൻ്റെ രക്ഷ, എനിക്ക് ഒരേ ഒരു മണവാളൻ ഈശോ എന്നവൾ ആവർത്തിച്ചു. അപ്പോൾ കോപം കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? പിന്നീടുള്ള സംഭവമാണ് വിശുദ്ധയെ എല്ലാ കാലത്തേക്കും അറിയപ്പെടുന്ന ചിത്രകാരന്മാർക്കെല്ലാം വളരെയധികം അവരെല്ലാം സ്വാധീനിച്ച സംഭവം ഉണ്ടാകുക. 1 മാസക്കാലം നീണ്ടുനിന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ശേഷം ക്വിന്റിയൻ വിശുദ്ധയെ വിളിച്ചു വരുത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ വ്യതിചലിക്കാത്ത അടിയുറച്ച വിശ്വാസിയായ വിശുദ്ധ അഗാത്ത തൻ്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുകയില്ലെന്ന് കണ്ട ക്വിന്റിയൻ ക്രൂര നടപടികൾക്കായി വിശുദ്ധയെ ഇരയാക്കി. ഭരണാധികാരി അവളെ പീഡനയന്ത്രത്തിൽ കെട്ടി തൂക്കിയിടുവാൻ കൽപ്പിച്ചു. പടയാളികൾ ക്രൂര പീഡനങ്ങൾക്ക് അവളെ ഇരയാക്കി. ഗവർണർ ഈ പീഡനങ്ങളെല്ലാം കണ്ട് രസിക്കുകയും ഒടുവിൽ വിശുദ്ധയുടെ മാറിടങ്ങൾ ഛേദിച്ചു കളയുവാനും കൽപ്പിച്ചു. പടയാളികൾ ആ ക്രൂരകൃത്യവും നിർവഹിച്ചു. ശരീരമാസകലം മുറിവും പൊള്ളലുമേറ്റ അഗാത്ത അവസാനം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ സൃഷ്ടാവായ ദൈവമേ, അങ്ങ് എപ്പോഴും പീഡനങ്ങളുടെ നടുവിൽ നിന്നും എന്നെ സംരക്ഷിച്ചതിന് നന്ദി പറയുന്നു. ലോകത്തോടുള്ള എല്ലാ ആഗ്രഹങ്ങളും മാറ്റി സഹനങ്ങളെ ശാന്തതയോടെ നേരിടുവാൻ എനിക്ക് കൃപ നൽകിയല്ലോ. ഇപ്പോൾ അവിടുന്ന് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ തന്നെ വിശുദ്ധിയുടെ ആത്മാവ് സ്വർഗീയ സമ്മാനത്തിനായി പറന്നുയർന്നു. അവളുടെ മനസ്സ് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ മുലകൾ ഛേദിച്ചു. ക്രൂരമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തു. തുടർന്ന് ജയിലിൽ അടച്ചു. പക്ഷേ പീഡകൾ സഹിക്കുമ്പോൾ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ. അവൾ ജയിലിലായിരിക്കുമ്പോൾ വലിയ ഒരു സമ്മാനം ദൈവം നൽകി അവൾക്ക്. മറ്റൊന്നുമല്ല, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ്ലിഹായെ ആ തടവറയിലേക്ക് കൂരിരുൾ നിറഞ്ഞ മുറിയിലേക്ക് അയച്ചു. പത്രോസ്ലിഹ അവിടെ വരുമ്പോൾ, അവിടെ എത്തിയപ്പോൾ ജയിൽ മുഴുവനും പ്രകാശമാനമായി എന്നാണ് പറയുന്നത്. അവിടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും മാനസാന്തരം ഉണ്ടാകുകയാണ്. അവിടെ അവൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് ചെയ്തത്. സൗഖ്യം ലഭിച്ച വിശുദ്ധിയെ പിന്നീട് തുടർന്ന് കൊണ്ടുവരികപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്വിന്താനോ വീണ്ടും അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. മനസ്സ് മാറിയോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അവൾ വീണ്ടും പറഞ്ഞു, യേശു ഏകരക്ഷകൻ, അവൻ എൻ്റെ പ്രകാശം, എൻ്റെ രക്ഷ, ഞാനിനി ആരെയാണ് ഭയപ്പെടേണ്ടത്? അവൾ പറഞ്ഞു. അവൾ വീണ്ടും ചുട്ടുപൊള്ളിച്ച കൽക്കരി, കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ പ്രതലം, അതിലൂടെ അവളെ വിവസ്ത്രയാക്കിക്കൊണ്ട് പീഡനത്തിന് അവളെ ഉരുട്ടുകയാണ്. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ നിനക്ക് നന്ദി, ഈ പീഡകൾ സഹിക്കുവാൻ ഞാൻ എത്രയോ അയോഗ്യയായ വ്യക്തിയാണ്, നീ എന്നെ ഇതിന് യോഗ്യയാക്കിയല്ലോ എന്ന്. എന്തൊരു ധീരതയാണ് വിശുദ്ധർക്ക്, രക്തസാക്ഷികൾക്ക്. ഈ രക്തസാക്ഷിത്വം വരുമ്പോൾ അവരിലെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഒരുതരം പ്രത്യേക അഭൗമികമായൊരു ശക്തി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ധൈര്യം. മരണമല്ലേ മുമ്പിലുള്ളത്,
പക്ഷെ ആ മരണം നിസ്സാരമാണ്. സ്വർഗം അവരുടെ മുമ്പിൽ തുറക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിശുദ്ധ അഗാത്തയും അത്തരം പീഡനങ്ങൾക്ക് മുമ്പിൽ പതറിയില്ല. അവൾ അവിടെ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൾ അവിടെ രക്തസാക്ഷിണിയായിത്തീരുകയാണ്. അവൾ പറഞ്ഞു, ദൈവമേ, നീ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. കഠിനമായ പീഡകൾ അത് കൂടുതൽ ഏറ്റെടുക്കാൻ സാധിക്കാതെ അവളുടെ ആത്മാവ് നിത്യതയിലേക്ക് പറന്നു. അവൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നു. അവളുടെ രക്തസാക്ഷിണിയായി ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്. ഈ രക്തസാക്ഷിത്വം ഇന്നും പ്രസക്തമാണ്. വിശുദ്ധ അഗാത്ത വളരെയധികം ആളുകളാൽ സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നു. കഠോര പീഡനങ്ങളിലും ക്രിസ്തുവിശ്വാസം കൈവിടാതെ നിന്ന അഗാത്തയെ സ്വർഗവും കൈവിട്ടില്ല. തിരുസഭയ്ക്ക് ഒരു ധീര രക്തസാക്ഷിയായി സ്വയം സമർപ്പിച്ച വിശുദ്ധ അഗാത്തയോടുള്ള വലിയ ഭക്തി സവിശേഷമാമിതം വ്യാപിച്ചിരുന്നു. കാർത്തേജിലെ കലണ്ടറിൽ വിശുദ്ധിയുടെ നാമം രേഖപ്പെടുത്തിയിരുന്നു. സിസിലി ദേശത്തെ യത്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ തടയുവാൻ പ്രത്യേക മധ്യസ്ഥയായി വിശുദ്ധ അഗാത്തയോടാണ് അപേക്ഷിച്ചത്. തീപ്പൊള്ളലിൽ നിന്നും രക്ഷയ്ക്കായി അഗാത്തയുടെ സഹായമാണ് അഭ്യർത്ഥിക്കുന്നത്. പരിശുദ്ധാഗ്നിയിൽ അഭിഷേകം ചെയ്ത വിശുദ്ധ അഗാത്ത ഇന്നും ജ്വലിക്കുന്ന സാക്ഷ്യദീപമായി ദൈവസഭയിൽ വിരാജിക്കുന്നു. ധാരാളം ദേവാലയങ്ങൾ വിശുദ്ധ അഗാത്തയുടെ പേരിലുണ്ട്. ആ വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ തിരുശേഷിപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7 കാനനിൽ, റോമൻ കാനനിൽ 7 സ്ത്രീകളിൽ ഒരു സ്ത്രീ അഗാത്തയാകണമെങ്കിൽ വിശുദ്ധ എത്രയോ ശക്തിയോടുകൂടിയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ മാധ്യസ്ഥ്യം ലഭിക്കുന്നതിന് വേണ്ടി അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് വിശുദ്ധ അഗാത്ത ശക്തി നൽകട്ടെ. അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വമുണ്ട്. നമുക്ക് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം വൈറ്റ് മാർട്ടിഡം, രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വം അത് കുടുംബജീവിതത്തിൽ ധാരാളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അനുദിന ജീവിതത്തിലും കുടുംബജീവിതത്തിൽ രക്തസാക്ഷികളായി തീരുക. അഗാത്ത എന്ന വിശുദ്ധ യേശുവിന് വേണ്ടി രക്തം ചിന്തിയപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴും അവൾ വണങ്ങപ്പെടുകയാണ്. ധീരയായ വനിത എന്ന രീതിയിൽ. എത്രയോ അത്ഭുതകരം. നമുക്ക് രക്തസാക്ഷികളായിക്കൂടെ? നമുക്കും ഹൃദയത്തിൽ ഒരു രക്തസാക്ഷി ആകണം എന്ന ചിന്ത സൂക്ഷിച്ചുകൂടെ? അനുദിന ജീവിതത്തിൽ സങ്കടങ്ങളുടെയും പീഡകളുടെയും നടുവിൽ നമുക്ക് രക്തസാക്ഷികളാകാം. വൈറ്റ് മാർട്ടിഡം, വെളുത്ത രക്തസാക്ഷിത്വം. രക്തം ചിന്തുന്നുണ്ടാവില്ല, പക്ഷേ അപമാനങ്ങളും ദുഷ്പ്രചരണങ്ങളും എല്ലാം നമ്മൾ ഓരോ ദിവസവും ഏറ്റെടുക്കുമ്പോൾ കറ്റ മെതിക്കപ്പെടുന്നത് പോലെ സഭ മെതിക്കപ്പെടുമ്പോൾ നിരാശരാകരുത്. രക്തസാക്ഷിത്വത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. നമുക്ക് വിശുദ്ധ അഗാത്തയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗാത്ത യേശുവിന് വേണ്ടി മുഴുവൻ സമർപ്പിക്കുവാൻ അങ്ങേക്കായല്ലോ. അങ്ങയുടെ ജീവിതവും അങ്ങയുടെ സ്ഥാനമാനങ്ങളും എല്ലാം പ്രിയപ്പെട്ട വിശുദ്ധയെ ഈശോയ്ക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ ബലിയിലും ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. വിശുദ്ധിയുടെ മാതൃക പിൻചൊല്ലുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പതറാതെ, യേശുവേ, നീ ഏക രക്ഷകൻ, നീയാണ് എൻ്റെ രക്ഷയും പ്രകാശവും എന്ന് പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ അഗാത്തയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. രോഗികളായിട്ടുള്ളവർക്ക്, അപകടങ്ങളിൽ പെടുന്നവർക്ക് സഹായമായിട്ട് വിശുദ്ധ അഗാത്തയുടെ ജീവിതം പ്രത്യേകമായി മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ അഗാത്തയെ പോലെ നമുക്കും രക്തസാക്ഷികളായി തീരുവാനുള്ള കരുത്ത്, ശക്തി, അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന ശാലോം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിറമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം.
ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയെ വഹിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.